പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അയാൾക്ക് ആ ഒരു മേഖലയിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതായത് അയാൾ ഒരു റിയൽ പ്രൊജക്റ്റ് ഏറ്റെടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ അതാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് ഒരാൾ നമ്മുടെ ഈ കോഴ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അയാൾക്ക് ഒരു റിയൽ പ്രൊജക്റ്റ് തുടക്കം മുതലേ അയാൾ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുകയാണ്. അയാൾക്ക് ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റോ ഒരു സർവീസോ ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്തുകൊണ്ട് അയാൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഗൂഗിൾ ആഡ്സ് ചെയ്യാനും അത് മെറ്റാ ആഡ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിന്റെ സോഷ്യൽ മീഡിയ ക്രിയേറ്റീവ്സ് ബിൽഡ് ചെയ്യുന്നതിലും അങ്ങനെ ഒരു റിയൽ പ്രൊജക്ട് ബേസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ഈ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ. പക്ഷെ ഞാനൊക്കെ കണ്ടിട്ടുള്ള, നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ ഹയറിങ്സ് കൊണ്ടുവരുന്ന സമയത്ത് കണ്ടിട്ടുള്ള കാഴ്ച, അതായത് ക്യാമ്പയിൻസ് ഇങ്ങനെ വരെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ആ ക്യാമ്പയിൻ ചെയ്തിട്ടുള്ള പരിചയം അയാൾക്കില്ല. അപ്പൊ അതൊരു ഭയങ്കര ഗ്യാപ്പാണ്. അപ്പൊ ഒരാളൊരു കോഴ്സ് പഠിക്കുന്ന സമയത്ത് അയാൾക്ക് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു റിയൽ വേൾഡ് എക്സ്പീരിയൻസ് അയാൾക്ക് വേണം. ഇതില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റൂല. സോ അത് ആരാണോ അയാൾക്ക് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടുന്നത്, ചെയ്ത് പരിചയമുള്ളത്, അത് പഠിക്കുന്നതോട് കൂടെ അവർക്കായിരിക്കും ഈ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിൽ പിടിച്ചിരിക്കാനായിട്ട് പറ്റുള്ളൂ.